ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണ ഒരു അടിപൊളി മാങ്ങാക്കറിയാണ്. സോ എൻ്റെ വാവയാണെങ്കിൽ ദേ ഇവിടുന്ന് ഒരു മാങ്ങയെങ്കിൽ ഒരു മാങ്ങ അടിച്ചു മാറ്റാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ പാവത്തിന് പൊന്നുന്നില്ല, എന്ത് ചെയ്യാനാ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു പാൻ എടുക്കുക, അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക, പിന്നെ കടുകും കൂടി ഇട്ട് കൊടുക്കുക. ആ കടുക് പൊട്ടുന്ന വരേക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ മാങ്ങേൻ്റെ തോലൊക്കെ കളഞ്ഞ് അതൊക്കെ ഒന്ന് നീറ്റാക്കിയതിന് ശേഷം അതും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ 1 ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല ചൂട് തിളക്കുന്ന വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാങ്ങാക്കറി എന്ന് പറയുമ്പോൾ നമുക്ക് അത് വെറുങ്ങനെയും തിന്നാം, അതേപോലെ തന്നെ ചോറിൻ്റെ കൂടെയും കൂടി കഴിക്കാവുന്നതാണ്, നല്ല ടേസ്റ്റി ആയിരിക്കും. സോ അതങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്പൂൺ എടുത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം അങ്ങനെ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ കുറച്ച് പാകത്തിന് ഉപ്പും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്തതിന് ശേഷം ഒരു പീസ് ബെല്ലം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ബെല്ലം എന്ന് ഞാൻ ഉദ്ദേശിച്ച ശർക്കരേനാണ് കേട്ടോ. അത് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് ഇളക്കുക. അതിനുശേഷം ഒരു മൂടിയെടുത്ത് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.